ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അയർലാൻഡിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സ്ലീവ്ലി ക്ലിഫ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കൗണ്ടി ഡൊണീഗലിലാണ് ഈ ക്ലിഫ്സ് ഉള്ളത്. ഇത് യൂറോപ്പിലെ തന്നെ ഡ്രമാറ്റിക് സീ ക്ലിഫ്സിൽ ഒന്നാണെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അറൗണ്ട് 600 meters എബവ് സീ ലെവൽ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരുപാട് ഐറ്റംസ് കണ്ടു. ഇത് കുറേ അയർലാൻഡിലെ കുറേ സ്റ്റോൺസും അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. കുറേ ചോക്ലേറ്റ്സ് അങ്ങനെ കണ്ടു. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഒരു ക്ലിഫ്സിൻ്റെ ട്രയലിൻ്റെ ആരംഭിക്കുന്നിടത്ത് പോയി ഇറങ്ങാം കേട്ടോ. അല്ലാതെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഓൺ വെഹിക്കിൾസ് അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു കുഞ്ഞ് വഴി, അതുപോലെ ഇങ്ങനെ കയറ്റമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവർ തന്നെ ഇവിടെ പ്രത്യേകം ഉണ്ട്. ഇല്ലാത്തവർക്ക് നടന്നു പോവാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വാൻ പോലത്തെ സംഭവത്തിൽ നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കയറി നമ്മൾ അങ്ങോട്ട് വേണ്ടി പോവാണ് കേട്ടോ. One time we didn't have to count the people on the bus. Okay. Now this year they started charging us for the people we took up. So they call County Council. Okay. I don't know if it's legal or not, but we're playing ball with them for a while anyway. A 10-minute drive up there. Okay. I'll bring you to the edge and come back in the morning. Okay. No point in asking them how many sheep they have. The answer is either going to be a few or a good few. I'm not going to give you too much information. The main breed of sheep would be a Scottish black-faced mountain sheep. That's how they make the distinction between the different flocks. You might be able to make out Binbulben Mountain. Binbulben has a distinctive flat top. Just about see it there. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം നമുക്ക് കുറേ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അവിടുത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരണം കേട്ടോ. അതുപോലെ എന്തെങ്കിലും കാണാണ്ടെങ്കിൽ നിർത്തിയൊക്കെ നമുക്ക് കാണിച്ചൊക്കെ തരും. അപ്പോൾ നമുക്ക് ബസ് എടുക്കാതെ നമുക്ക് നടന്നായാലും പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ നല്ല ടയേർഡാവും. അപ്പോൾ നമുക്ക് ആ ട്രയൽ നമ്മൾ ഹൈക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അധികം സമയം നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. ഇത് ഇവിടെയുള്ള ബസ് സർവീസാണ് കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടും പോവാം, തിരിച്ച് പിക്കപ്പും ചെയ്യും കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 5 മണി വരെ ഉള്ളൂ. 5 മണിക്ക് ശേഷം ബസ് ഉണ്ടാവില്ല. നമ്മൾ തിരിച്ച് ഇറങ്ങേണ്ടി വരും കേസ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോകണം. അപ്പോൾ നമ്മളിത് നടക്കാൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഭംഗിയുള്ള വ്യൂ ആണ്, കാണാൻ വേണ്ടി സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോണസ്റ്റ്ലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നിന്നിട്ടുള്ള ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ വ്യൂ, ഇറ്റ്സ് ലൈക്ക് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി വേൾഡ്. എന്താ പറയുക, ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്താ പറയുക, കാണാനുള്ള വ്യൂ ആയാലും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലേസാണ്. അങ്ങനെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ബിഗ്ഗർ ദാൻ ദ ക്ലിഫ്സ് ഓഫ് മൊഹർ. പക്ഷേ ഇത് എന്താ പറയുക, അങ്ങനെ പറഞ്ഞെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഭയങ്കര ഭംഗിയുള്ള, അതുപോലെ ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ വരാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ വെതറൊക്കെ ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ ജാക്കറ്റും അതുപോലെ ഷൂസൊക്കെ നിർബന്ധമായിട്ടും എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ക്ലിഫ്സ് സെക്കൻഡ് ഹയസ്റ്റ് ക്ലിഫ്സ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. അയർലാൻഡിലെ തന്നെ രണ്ടാമത്തെ ഹയസ്റ്റ് ക്ലിഫ്സ് ആണെന്നാണ്. താഴ്ന്ന് കാണുമ്പോൾ സിമ്പിളല്ലേ, ഇത് ഈസിയാന്നൊക്കെ തോന്നും കേട്ടോ. ബട്ട് ഹോണസ്റ്റ്ലി കയറി മുകളിലെത്താൻ കുറച്ച് പണിയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കയറി അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ബട്ട് വൺസ് വി റീച്ച്ഡ് ദ ടോപ്പ് ദാറ്റ് വ്യൂ വാസ് ജസ്റ്റ് അടിപൊളി. എന്താ പറയുക, അത് നമുക്ക് മുകളിലെത്തുമ്പോൾ നമ്മളിത് ഇത്ര കഷ്ടപ്പെട്ട് കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് അത് തോന്നും, ഇത് വേർത്താണ് എന്ന് നമുക്ക് തോന്നും കേട്ടോ. അത്ര അടിപൊളി വ്യൂ ആണ്. ഇവിടെ എത്തുമ്പോൾ യു ക്യാൻ ലിറ്ററലി സീ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, എന്താ പറയുക, ദ ഡ്രമാറ്റിക് ക്ലിഫ്സ് ആൻഡ് എൻഡ്ലെസ് സ്കൈ. ഒരുപാട് പീസ്ഫുള്ളായിട്ടുള്ള അതുപോലെ
പവർഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, മുകളിലോട്ട് കയറും തോറും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ടിപ്പിക്കൽ ടൂറിസ്റ്റ് സ്പോട്ട് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഹിയർ ഇറ്റ്സ് ജസ്റ്റ് യു, നാച്ചർ ആൻഡ് സൈലൻസ്, അങ്ങനെയാണ് കേട്ടോ. എന്താ പറയുക, നോ ക്രൗഡ്, ജസ്റ്റ് പ്യുവർ ഐറിഷ് ബ്യൂട്ടി, അങ്ങനെ തോന്നും കേട്ടോ നമുക്ക്. ഇതൊരു അപ്പാപ്പൻ ചാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നാച്ചർ നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് തരും, അങ്ങനെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നിട്ടോ, വിത്ത് സംതിങ് അൺഫർഗട്ടബിൾ. എന്താ പറയുക, ദിസ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ അയർലാൻഡ്സ് ഹിഡൻ ട്രഷർ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇനിയും നമുക്ക് കുറേ നടക്കാനുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. കാരണം നമുക്ക് ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റായിട്ട് നടക്കണവരാണെങ്കിൽ 5.5 മണിക്കൂറും സാധാരണ പയ്യെ നടക്കണവർക്ക് 7 മണിക്കൂറുമാണ് കേട്ടോ അവർ പറയണത്. അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് ബ്യൂട്ടിഫുൾ ജേർണി, പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.